വിഷു വരവായി. അതായത് ഞാനിപ്പോൾ വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. എന്താ കാരണം വെച്ചാൽ ഇനി വിഷു ആയി. വിഷു അടുത്ത ബുധനാഴ്ച വിഷു അല്ലേ. അപ്പം അതിന് ഞാൻ മാമ്പഴം പഴം പുളിശ്ശേരി ഉണ്ടാക്കി. ഇനി ഉണ്ടാക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇഞ്ചി തൈര്. ഇഞ്ചി തൈര് എന്ന് പറഞ്ഞാൽ തൈര്. നമ്മൾ നല്ല കട്ട തൈര് വേണം. ഞാൻ പാക്കറ്റ് തൈരാണ് മേടിച്ചിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഏത് തൈരായാലും കുഴപ്പമില്ല. അത് എന്ത് ചെയ്യണം വെച്ചാൽ നല്ല കട്ട തൈര് എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിലേക്ക് അരച്ച് വെച്ചിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞു. ഇഞ്ചി തൈര് എന്ന് പറഞ്ഞാൽ സദ്യയിലെ ഏറ്റവും വലിയ രാജാവാണെന്നാണ് പറയുന്നത്. എന്താ കാരണം അത് ഇഞ്ചി തൈര് ഉണ്ടെങ്കിൽ നമ്മൾ വട്ടങ്ങളൊന്നും കൂട്ടിയില്ല. ഒരു കറി ചോറും വെച്ചു, ഒരു ഇഞ്ചി തൈരും വെച്ചാൽ എല്ലാ ഐറ്റംസും വെച്ചത് തുല്യമാണ്. അത്ര അധികം പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇഞ്ചി തൈര്. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു സദ്യക്ക് ഇഞ്ചി തൈരില്ലാതെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. തൃശ്ശൂരിലോട്ട് എനിക്ക് മറ്റു നാട്ടിലെ കാര്യങ്ങൾ അറിയില്ല. അപ്പം അത് കാരണം ഇത് കുറച്ച് ഇഞ്ചി ഇടണം. ഇഞ്ചി കുരുന്ന് അരിഞ്ഞിടുന്നതാണ് കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പച്ചമുളക് ഇട്ടു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പ് മാത്രം. ഇതിൽ ഉപ്പിടാം. ഉപ്പിട്ടു. ഉപ്പ് പാകണം. നല്ല ടേസ്റ്റുള്ള ഇഞ്ചി തൈര്. ഇഞ്ചി തൈര് തലക്കിലാണ്, അതായത് നാക്കലയുടെ തലക്കിൽ വിളമ്പാനുള്ളതാണ്. വറുത്തുപ്പേരൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് ഇഞ്ചി തൈര് വിളമ്പും. അച്ചാറുകളുടെ കൂടെയാണ് ഇഞ്ചി തൈര് വിളമ്പുക. ഏറ്റവും പ്രധാനമാണ് ഇഞ്ചി തൈര്. അപ്പോൾ ഇതിനെ മറക്കരുത്. വിഷു സദ്യ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇഞ്ചി തൈര് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നു കേട്ടോ. ശരി, ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന.